അപ്പൊ ഞാൻ വിളിക്കാം സാറേ. ആ? ഈ ഉണ്ണികൃഷ്ണൻ വക്കീല് KR ഉണ്ണികൃഷ്ണനാണോ അതോ L ഉണ്ണികൃഷ്ണനാണോ? ആ, എടുത്തി നിക്കുന്നു വാ. നീ തനിച്ചുള്ളോ? എവിടെ നിന്റെ മുത്തശ്ശി? ഓ, ഇവൾക്ക് മുത്തശ്ശിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ ചെറിയമ്മേ. അത് ഇല്ലാതെ തന്നെ ആളുകളെ പറ്റിക്കാനുള്ള കഴിവുണ്ടല്ലോ. സമ്മതിച്ചിരിക്കുന്നു നിന്നെ. കാണിച്ചു കൂട്ടിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നതാ ഞാനും ചെറിയമ്മേ. എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ പോലും ബുദ്ധിയില്ലാത്തവളായി അഭിനയിച്ചല്ലോ നീ. സത്യം പറഞ്ഞ അത് കേട്ടപ്പോ തുടങ്ങി ഞങ്ങളുടെ കൈ ധരിക്കുന്നതാ. നിങ്ങൾ കരുതും പോലെ അല്ല. എനിക്ക് ശരിക്കും ബുദ്ധിയില്ലായിരുന്നു. അന്ന് ജയഭാരതി മുത്തശ്ശി എന്നെ അടിച്ചില്ലേ, ആ അടിയിലാ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയേ. അയ്യോ, ഞങ്ങളത് വിശ്വസിച്ചു. ദേ, ജയഭാരതി മുത്തശ്ശി അടിച്ച അടിയില് നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. അതെ അതെ. പക്ഷേ അതിനു മുൻപ് നിനക്ക് ഇവിടുന്ന് ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ടല്ലോ. ഡി, വരുൺ നിന്നെ പിടിച്ച് തള്ളിയിട്ട് പടിയിന്ന് നീ വീണപ്പോ നിന്റെ തല വരെ പൊട്ടിയില്ലേ? എന്നിട്ട് അന്ന് എന്താടി നിന്റെ ബോധം തിരിച്ചു വരാതിരുന്നത്? ഓ, ഞങ്ങൾക്കത് ഓർമ്മ കാണുമെന്ന് നീ കരുതിയില്ല അല്ലേ? ഏട്ടത്തി, നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്റെ ഉദ്ദേശം രാധിക ഇവിടുന്ന് പുറത്താക്കാന്നുള്ളതായിരുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും അത് തന്നെയല്ലേ ആഗ്രഹിച്ചേ? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ഇനി ഒരിക്കലും വരില്ല. ഇപ്പൊ ആഭരണങ്ങൾ എടുത്തുതരാൻ പറഞ്ഞതേ രാധികയ്ക്കും വരുണും എതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയാ. വക്കീലന്മാരൊക്കെ ഒരുപാട് പണം ചോദിക്കുന്നു. എന്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും ഒരു നിവൃത്തിയും ഇല്ല. അതല്ല എന്റെതല്ലേ. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വരുണും രാധികയും തമ്മിൽ പിരിഞ്ഞ എല്ലാവർക്കും അത് നല്ലതല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യേ ഏട്ടത്തി. ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തു തരുന്ന കാര്യത്തിനെ കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട. എന്റെ പൊന്നു മോളെ, നിനക്ക് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ ചെന്ന് കയറാൻ ദേവനാരായണ തിരുമേനിയുടെ വീടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ സ്വന്തം വീടുകളിൽ പോലും കേറ്റില്ല. ഏട്ടത്തി പ്ലീസ്. പിന്നെ ഞാൻ നിനക്ക് ഒരു മാർഗം പറഞ്ഞുതരാം. നീ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, എന്നിട്ട് കാര്യം അവതരിപ്പിക്കും. അയ്യോ, അമ്മയുടെ മുമ്പിലേക്ക് ചെല്ലാൻ എനിക്ക് മതിയടി. നീയേ ഒരുപാട് നിഷ്കളങ്കതയൊന്നും കാണിക്കല്ലേ, അത് നിന്റെ മുഖത്തിന് ചേരില്ല. ബോറാ. ദേ, നീ അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിന്റെ ആവശ്യം പറഞ്ഞ അവിടെ ഞങ്ങൾ രണ്ടുപേരും നിന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ആഭരണം കൊണ്ടേ നീ പുറത്തു പോകും. അതാവുമ്പോ നിനക്ക് നിന്റെ കാര്യം നടക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷം ഉണ്ടാവുകയില്ല. എന്തു പറയുന്നു? ചെറിയമ്മ, അത് ഓ, നിനക്കിനി എന്താടി നാണം കെടാനുള്ളത്? നീ ധൈര്യമായിട്ട് അമ്മയുടെ മുമ്പിലേക്ക് വാ. ദേ, ഞങ്ങൾ ഇപ്പൊ പോവാം. നീ പതുക്കെ അങ്ങോട്ട് വന്നാ മതി. അല്ല, ശരി ഏട്ടത്തി. നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയ നിലയ്ക്ക് നിന്റെ ആഭരണങ്ങളൊന്നും കണിമംഗലത്ത് സൂക്ഷിക്കണ്ടെന്ന് അവര് തീരുമാനിക്കും. അതുകൊണ്ട് സ്വർണം ഗ്യാരണ്ടി. ശരി, വാ. വാ. ഹലോ ആരതി വർമ്മ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനീഷ്. സുഖല്ലേ? സുഖം. എന്താ പ്രത്യേകിച്ച് കേസ് എന്തെങ്കിലും ഉണ്ടോ? ആ, ഒരു കാര്യമുണ്ട്. സാധാരണ ആരതി വർമ്മ ഒരു കേസിന് തുടക്കം കുറിക്കുമ്പോ മീഡിയാസ് ഒക്കെ തുടങ്ങുന്നതാണല്ലോ. ഇത്തവണ എന്താ ഒരു സൈലൻസ്? ഒരു കണക്കിന് അതൊരു ഭാരമാണ് അനീഷ്. കോടതിയിൽ വാദിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
പക്ഷെ ഈ മീഡിയാസിന്റെ ചോദ്യങ്ങൾ പഴയ പോലെ അല്ലല്ലോ. യെസ് പരമാവധി അവരെ ഒഴിവാക്കുന്നതാണ് നല്ലത്. എനിവേ ആരതിയുടെ കേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ നുഴഞ്ഞു കയറും. എനിവേ ഓൾ ദി ബെസ്റ്റ്. ആരതി ഞങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ ഒരു മോട്ടിവേഷനാണ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു അനീഷ്. ആ ശരി, കാണാം. അപ്പൊ ഞാൻ വിളിക്കാം സാറേ, ആ ഈ ഉണ്ണികൃഷ്ണൻ വക്കീല് കെ ആർ ഉണ്ണികൃഷ്ണനാണോ അതോ എൽ ഉണ്ണികൃഷ്ണനാണോ? ആ, കുഴഞ്ഞല്ലോ സാറേ. KR എന്നെന്തോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓഫീസ് അത് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 6ാമത് കാണുന്നതാ. സാർ എപ്പോഴാ വരുന്നതെന്നറിയോ? ഒരു 11 മണിയൊക്കെ ആകുമ്പോ എത്തും. ആ, അപ്പൊ ഒരു ചായ കുടിക്കാനുള്ള സമയമുണ്ട്. ആ ശരി. അകത്തേക്ക് കേറി പോരുത്. അമ്മേ, എന്തുദ്ദേശത്തിലാ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? നിനക്കിനി എന്താ ഇവിടെ ചെയ്തു കൂട്ടാനുള്ളേ? നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് ഞാനാ. എല്ലാവരും തള്ളി അകറ്റാൻ പറഞ്ഞപ്പോ നിന്നെ ചേർത്ത് പിടിച്ചത് ഞാനാ. അതിനുള്ള പ്രതിഫലമൊക്കെ നീ നിന്റെ മുത്തശ്ശിയും കൂടെ തന്നല്ലോ. മര്യാദയ്ക്ക് പുറത്തിറങ്ങ്. മുത്തശ്ശി കണ്ടോണ്ട് വന്നാ നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും. ഞാൻ ബഹളത്തിനൊന്നും വന്നതല്ല അമ്മേ. തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് വരുണിനോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ, അമ്മയുടെ മരുമകളായിട്ട്. വേണ്ട വേണ്ട, നീ കരയുകയല്ല. ഇനി ഈ പടിക്കെട്ടി കിടന്ന് തലയടിച്ച് ചത്താ പോലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. പറഞ്ഞത് കേട്ടില്ലേ? പുറത്തിറങ്ങാൻ. ഇവളെന്തിനാ എടുത്തി വന്നിരിക്കുന്നേ? ഇവളെന്തിനാ അകത്ത് കയറ്റിയത്? ഈ കുടുംബത്തിന് മുത്തശ്ശിയെ പോലീസ് പിടിച്ചോണ്ടുപോയി. അതാണെങ്കിൽ നാട് മുഴുവൻ അറിയുകയും ചെയ്തു. അതിന്റെ കാരണം ഇവളുടെ മുത്തശ്ശിയല്ല. ഡി, കണിമംഗലത്തിന്റെ പടി ചവിട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? ഇവള് കരഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ ഇനി എനിക്ക് തെറ്റു പറ്റില്ല. ഒളിഞ്ഞും തെളിഞ്ഞും നിനക്ക് കൂട്ടുന്നവരാ ഇവർ രണ്ടുപേരും. പക്ഷേ അവർക്ക് കണിമംഗലത്തോട് അല്പം കൂറുണ്ട്. അതുകൊണ്ടാ നിന്നെ ഇപ്പൊ തള്ളി പറയുന്നേ. ഇവളോട് കരുണയൊന്നും കാണിക്കണ്ടേ ഏട്ടത്തി?